യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ തൻ്റെ ശിഷ്യ സമൂഹത്തിൽ നിന്ന് 12 പേരെ അപ്പസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുകയാണ്. രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ച തമ്പുരാൻ താഴ്വാരത്തേക്ക് ഇറങ്ങി വന്ന് ആ 12 പേരെ തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പിന് അവിടുന്ന് വെച്ച മാനദണ്ഡം നമ്മുടെ മുമ്പിൽ അനാവൃതമാക്കുന്നുണ്ട്. തന്നോട് കൂടെ ആയിരിക്കാനും പ്രസംഗിക്കാൻ അയക്കപ്പെടേണ്ടതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകാനും പൗരോഹിത്യത്തിൻ്റെയോ മെത്രാൻ പദവിയുടെയോ ഒക്കെ വിളിയുമായി ബന്ധിപ്പിച്ചാണല്ലോ സാധാരണ അപ്പസ്തോലന്മാരുടെ തിരഞ്ഞെടുപ്പിനെ നമ്മൾ കാണുക. അല്പം കൂടെ വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ക്രിസ്തു ശിഷ്യൻ എന്ന വാക്കിന് നാം കൊടുക്കേണ്ട വിലയിൽ ഈ വാക്കുകളൊക്കെ ചേർത്ത് വെക്കപ്പെടേണ്ടതാണ്. 3 കാര്യങ്ങൾ ഈശോ ആവശ്യപ്പെട്ടത് വൈദികരോ സമർപ്പിതരോ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ. ഈശോ പറഞ്ഞ ഒന്നാമത്തെ കാര്യം തന്നോട് കൂടെ ആയിരിക്കണമെന്ന്, ഉപവസിക്കുന്നവരായി മാറുക, ദൈവത്തോട് ചേർന്നിരിക്കുന്നവരായി മാറുക, ദൈവത്തിൻ്റെ നെഞ്ചോട് നമ്മുടെ നെഞ്ച് ചേർത്ത് വെക്കാനാകുന്നവരായി മാറുക, അവിടുത്തെ തിരുവിലാവിൻ്റെ സാന്ത്വനം ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുക, അവിടുത്തെ ചേർത്ത് പിടിക്കലിൻ്റെ സുഖം അനുഭവിക്കാൻ സാധിക്കുക, അവിടുത്തെ തിരുമുഖത്ത് നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ജീവസുറ്റ വചസ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാകാൻ സാധിക്കുക, വചനബദ്ധമായിട്ട് ജീവിക്കുക, ധ്യാനാത്മകമായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ എല്ലാവരും ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. രണ്ടാമതായിട്ട് ഈശോ വിവക്ഷിക്കുന്നത് പ്രസംഗിക്കാൻ അയക്കപ്പെടുക എന്നതാണ്. ലോകമെങ്ങു പോയി സകല ജനപദങ്ങളോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അത് ഈ 12 അപ്പസ്തോലന്മാരോട് മാത്രമല്ല പറഞ്ഞതെന്ന് നമുക്കറിയാം. മെത്രാന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും മാത്രമുള്ള ഒരു പ്രത്യേക ദൗത്യമായിട്ടും നമ്മളതിനെ കാണേണ്ടതില്ല. ലോകത്തിൽ എത്രയോ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ആത്മായ വചനപ്രഘോഷകരുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ ഇതൊരു ദൗത്യമായി കർമ്മബദ്ധമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഈ ദൗത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നവരാകാൻ നമുക്ക് സാധിക്കണം. അത് ഒരുപക്ഷെ എൻ്റെ പ്രസംഗങ്ങളിലൂടെ ആകാം, എൻ്റെ നല്ല മാതൃകകളിലൂടെയാകാം, എൻ്റെ നല്ല ഭാഷണത്തിലൂടെയാകാം. ഈ കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ സോഷ്യൽ മീഡിയയിലൂടെ റീലുകളും ബ്ലോഗുകളും പോസ്റ്റുകളും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടാകാം, സ്റ്റാറ്റസ് നന്നായിട്ട് ഇട്ടുകൊണ്ടാകാം. അവിടെയൊക്കെ ദൈവവചനവും ക്രിസ്തുവിനെയും ഒക്കെ ചേർത്ത് പിടിക്കാൻ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളും ക്രിസ്തു ശിഷ്യരാണ്. നമ്മളും സുവിശേഷം പ്രസംഗിക്കുന്നവരും പ്രഘോഷിക്കുന്നവരുമായിട്ട് മാറുക, സദ്വാർത്ത പറയുന്നവരായിട്ട് മാറുക. നല്ല വിശേഷം എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരാകാനുള്ള ഒരു വിളി നമുക്ക്. മൂന്നാമതായിട്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന അധികാരം നൽകുക. നമുക്കറിയാം, ഈശോ ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഇന്നേക്ക് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെയൊക്കെ ഒരു വളർച്ചയുടെ തലം എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനുഷ്യനായ ക്രിസ്തുവും അവൻ്റെ അപ്പസ്തോലന്മാരായിട്ട് ഈ പുസ്തകം കാലങ്ങൾക്ക് ശേഷം എഴുതിയ ശിഷ്യന്മാരുമൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ രോഗങ്ങളുടെയും ശാരീരിക അസ്വസ്ഥതകളുടെയും മരണത്തിൻ്റെയും ഒക്കെ പിന്നിൽ ഒരുപക്ഷെ ഈ പൈശാചികമായ ചില ശക്തികൾ പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഈശോയും ശിഷ്യന്മാരും ഒക്കെ പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്ന ഒരു ശുശ്രൂഷ നടത്തിയിരുന്നത്. ഈ കാലഘട്ടത്തിലും അത് നിലനിൽക്കുന്നുണ്ട് എന്നത് നമുക്ക് യാഥാർത്ഥ്യമാണ്. പൗരോഹിത്യത്തിലൂടെ ഈശോയുടെ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു വൈദികൻ്റെ അടുക്കൽ നമ്മൾ ചെന്ന് തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഇടവിടാതെ കിടന്ന് കരഞ്ഞും ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ
പള്ളിയിൽ നിന്ന് അച്ഛൻ വെഞ്ചരിച്ച് തന്ന ഹനാൻ വെള്ളം എടുത്ത് കൊച്ചിനൽപ്പം കുടിക്കാൻ കൊടുത്തവൻ്റെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരയ്ക്കുമ്പോൾ, വേളാങ്കണ്ണി മാതാവിൻ്റെ എണ്ണയെടുത്ത് അവൻ്റെ നെറ്റിയിൽ നിന്ന് കുരിശടയാളം വരയ്ക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ രോഗമൊക്കെ മാറുമായിരുന്നു. മാറാതെ പിന്നെയും അവശേഷിക്കുന്ന അസ്വസ്ഥത അവനുണ്ടെങ്കിൽ രാവിലെ കുഞ്ഞിനെ കൊണ്ട് പള്ളിയിൽ വരും. പള്ളിയിൽ വന്ന അച്ഛനെ കൊണ്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അച്ഛൻ കുഞ്ഞിൻ്റെ ശിരസിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അസുഖങ്ങളൊക്കെ മാറും. ഇന്ന് പക്ഷേ നമ്മളൊക്കെ ഒത്തിരി മോഡേൺ ആയതുകൊണ്ട് ഇത്ര ചീപ്പ് ഇൻവെർട്ടർ കോമയിലാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് പലർക്കും താല്പര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉണ്ടായാൽ നേരെ ഹോസ്പിറ്റലിൽ പോകും, പീഡിയാട്രിഷനെ കാണും, മരുന്ന് മേടിക്കും, തിരിച്ചു വരും. അല്ലാതെ ഇതിനെല്ലാത്തിനും പിശാച് ബാധയാണ് എന്ന് തെറ്റിദ്ധരിക്കണമെന്നോ ശരിയായിട്ട് ധരിക്കണമെന്നോ എന്ന് ഞാൻ പറയുന്നതിനകത്തർത്ഥം ഉദ്ദേശിക്കേണ്ടതില്ല. പക്ഷേ അന്നും ഇന്നും വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നതുണ്ട്. നെഗറ്റീവായിട്ടുള്ള ചില എനർജികൾ, ചില ശക്തികൾ ഒക്കെ കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. വൈദികർ പിശാചുകളെ ബഹിഷ്കരിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നടപ്പിലാകുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നവരേറെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യരെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ, പേര് ചൊല്ലി വിളിച്ച് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് അവരുടേതായ കർമ്മമണ്ഡലങ്ങളുണ്ട്. ആ കർമ്മമണ്ഡലത്തിനോട് പ്രവർത്തിക്കാനാണ് ബാധ്യസ്ഥരാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന നിലയിൽ നമുക്കും ഈ ഒരു നിയോഗമുണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്ന ചാലകശക്തികളായിട്ട് നമ്മൾ മാറുക. ഈശോയുടെ കൂടെ ഇരുന്ന് അവൻ്റെ തിരുവചസ്സുകൾ, അവൻ്റെ തിരുമുഖത്ത് നിന്ന് ഉതിർന്നു വീഴുന്ന തിരുവചനത്തിൻ്റെ മുത്തുകൾ ശേഖരിക്കാൻ നമുക്ക് നിയോഗമുണ്ട്. ഒപ്പം പിശാചുകളെ ബഹിഷ്കരിക്കാൻ, ദുഷ്ടാത്മാവിനെയും അവൻ്റെ തന്ത്രങ്ങളെയും അവൻ്റെ ക്രൂരതയെയും അവൻ്റെ സൈന്യത്തെയും എല്ലാം എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാനാണല്ലോ നമ്മൾ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നത്. വലിയ കുരിശടയാളമൊക്കെ വരയ്ക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്, ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുകയാണ്. ഈ ഒരു ചിന്തയെല്ലാം നമ്മുടെ ഹൃദയത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ദിവസത്തിന് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.